തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു മൃഗക്കൊഴുപ്പ് ചേർത്ത് നിർമ്മിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുക്കണമെന്ന് ബി.ജെ.പി. വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൽ ഹിന്ദുക്കളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിക്കും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമെതിരെ പരാതി നൽകുമെന്നും ബി.ജെ.പി. അറിയിച്ചു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണോ ബി.ജെ.പിയുടെ തീരുമാനം? വിവരങ്ങൾ എന്തൊക്കെയാണ്? യുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇത്ര ഗുരുതരം ഒരു ആരോപണം ഉന്നയിച്ചത്. തിരുപ്പതിയിൽ വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതിയിൽ ഭഗവാനെ നിവേദിക്കുന്നത് അവിടെ വിതരണം ചെയ്തതുമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്നിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് ഇത് പ്രതികരിച്ചത് ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, ഇതിന് വസ്തുതയില്ലെന്നായിരുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ലാബ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ നെയ് പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് മൃഗക്കൊഴുപ്പ് മാത്രമല്ല, മറിച്ച് മത്സ്യ എണ്ണയും പാം ഓയിലും അതേപോലെ തന്നെ മറ്റ് എണ്ണകൾ അടക്കം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഭഗവാന് നിവേദിച്ചതും ഭക്തർക്ക് വിതരണം ചെയ്തതും അതേപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് പാകം ചെയ്തതുമായ ആ ലഡു നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന സാധനങ്ങൾ അടക്കം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചില രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യവും അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഈ നെയ് ഉപയോഗശൂന്യമാണെന്നാണ് പ്രധാനമായും ഈ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബ് വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ AR എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയാണ് ഈ നെയ്യ് അവിടെ എത്തിച്ചിരുന്നത്. നേരത്തെ, അതായത് സാധാരണഗതിയിലും പൊതുവിപണിയിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഈ നെയ്യ് അവിടെ വിതരണം ചെയ്തിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ ലാബ് റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഉയരുന്നത്. ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. കേവലം ലാഭേച്ഛ മാത്രമല്ല, വിശ്വാസങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി വൈഎസ്ആർ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. നന്ദിനി നെയ്യാണല്ലോ ഈ ലഡു നിർമ്മിക്കുന്നതിനോട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു നന്ദിനി നെയ്യുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചപ്പോൾ മുതൽക്ക് തന്നെ ബി.ജെ.പി. ഇത്തരത്തിൽ ഈ ഒരു അഡൾട്രേഷൻ നടക്കുമെന്നുള്ളത് ആരോപിച്ചത് തന്നെയാണ്. നേരത്തെ തന്നെ ഇത് ഊഹിച്ചിരുന്നതുമാണ്. എന്തായാലും ഇപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ വശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഎസ്ആർ കോൺഗ്രസ് ഇതിൽ നിന്ന് തലയുയരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവരെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ തന്നെ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയ വശം ഇല്ലെങ്കിൽ കൃത്യമായി ഉന്നതതല അന്വേഷണത്തിന് വിടണം, ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും. അതായത് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ കീഴിലുള്ള നന്ദിനി ആയിരുന്നു അവർക്ക്, അതായത് തിരുമല ദേവസ്വത്തിന് നെയ്യ് നിരന്തരം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം ഈ കർണാടക മിൽക്ക് ഫെഡറേഷനുമായുള്ള, അതായത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ച് അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടെ കൃത്യമായ വൈഎസ്ആർ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടപെടലിലും അക്കാലത്ത് തിരുമല ദേവസ്വത്തിന്റെ മറ്റ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർക്ക് ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി. അടക്കം ആരോപിക്കുന്നത്. ഉന്നതര അന്വേഷണമാണ് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. ഇതിനോടകം വിശ്വഹിന്ദു അടക്കം ഈ കാരണക്കാരായ കുറ്റക്കാർക്കായവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ബി.ജെ.പി. കൂടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു ലാബ് റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യം നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഒരു സർക്കാർ അവിടുത്തെ വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ എത്രമാത്രം ശ്രമിക്കുന്നു എന്നതിന്റെ മകുടോദാഹരണം നമ്മൾ കേരളത്തിൽ ശബരിമലയിൽ കണ്ടതാണ്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ കേരളത്തിൽ കണ്ടതാണ്. സമാനമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലും ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് കോടാനുകൂടി ഭക്തർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന തിരുപ്പതി വെങ്കടാചലമൂർത്തി അവിടെ ഭഗവാന് നിവേദിക്കുന്ന നിവേദ്യം, അതേപോലെ അവിടെ പ്രസാദമായി നൽകുന്ന ലഡു, ഇവയിലൊക്കെ മൃഗക്കൊഴുപ്പ് മാത്രമല്ല മത്സ്യനെ അടക്കമുള്ള മറ്റ് വിശ്വാസപ്രകാരം എതിരായിട്ടുള്ള മറ്റ് വസ്തുക്കൾ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ബി.ജെ.പി. ശക്തമായി തന്നെ രംഗത്ത് വരുന്നു. അതായത് അന്വേഷണം ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നത്. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുഖം രക്ഷിക്കുവാനുള്ള ശ്രമമാണ് വൈഎസ്ആർ കോൺഗ്രസ്.